ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ വചനത്തിൻ്റെ ശക്തിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പോൾ നമുക്ക് വീട് പണി നടക്കാൻ എന്ത് വചനമാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് രോഗസൗഖ്യം കിട്ടാൻ ഏത് വചനമാണ് പ്രാർത്ഥിക്കുക, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏത് വചനമാണ് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വിസ തടസ്സം മാറാൻ ഏത് വചനമാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ സാഹചര്യത്തിനും ചേർന്ന വചനങ്ങളുണ്ട്. അപ്പോൾ ഈ വചനങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യ സ്മരണയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ 101 തവണ വചനം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുന്ന പോസിറ്റീവ് അഫിർമേഷൻസ്, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നവർ 101 തവണ നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല അഫിർമേഷൻസ്, മനസ്സിനെ പോസിറ്റീവായി വയ്ക്കാനുള്ള കാര്യങ്ങൾ 101 തവണ, അല്ലെങ്കിൽ ഹോപ്പോണോപോണോ എന്ന് പറഞ്ഞൊരു പ്രെയർ, അതൊരു ഹവാലിയൻ പ്രെയറാണ്, അത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ 101 തവണ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പൂർണ്ണസംഖ്യ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ട് കാലം തൊട്ടേ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികളുടെ ഇടയിലൊക്കെ ഉള്ളൊരു ഇതാണ്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ 101 രൂപ, അതൊരു പഴയൊരു ആചാരമാണ്, അതൊരു സംഖ്യ, ഒരു പൂർണ്ണത കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു 101 തവണ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ 101 തവണ ഉരുവിടുക, 101 തവണ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പഴമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതനുസരിച്ച് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, 101 തവണ റിപ്പീറ്റ് ചെയ്യുന്ന അഫിർമേഷൻസ്, പോസിറ്റീവ് മാനസിക അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 101 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചില അഫിർമേഷൻസ്, അല്ലെങ്കിൽ ചില ശ്ലോകങ്ങൾ, ചില വചനങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് 101 തവണ എന്ന് പറയുന്നത് ദൈവം നമ്മളോട് 101 തവണ ചൊല്ലാൻ പറഞ്ഞിട്ടല്ല, നമുക്ക് ആ ഒരു എണ്ണം തികഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൗഖ്യത്തിൻ്റെ ഒരു വചനമാണ്. അപ്പോൾ 101 തവണ റിപ്പീറ്റ് ചെയ്യണം, 101 തവണ റിപ്പീറ്റ് ചെയ്യണം എന്നതൊരു നിർബന്ധമല്ല. ഇപ്പോൾ വീഡിയോയിൽ നമുക്കിപ്പോൾ രാവിലെ ജോലി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വീട്ടുപണികൾ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് ജോലി ചെയ്യുമ്പോൾ പോലും, അങ്ങനത്തെ ജോലികളാണെങ്കിൽ നമ്മുടെ ലെഷർ ടൈമിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കിത് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്കിത് കേട്ടുകൊണ്ട് നമുക്ക് പോരാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദൈവസാന്നിധ്യ സ്മരണ കാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ, അത് ഓഡിയോ ആയിട്ട് കേൾക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ മനസ്സ് അതിനോട് ചേർന്നിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്കൊരു ഉറപ്പില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ അതിൻ്റേതായ ഒരു ഫീൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓഡിയോ കേൾക്കുന്ന സമയത്ത് ഓഡിയോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പം നമ്മൾ പ്രെയർ ചൊല്ലുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് വേഗം വിടാം. കാരണം നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് അതിനോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓഡിയോ കേൾക്കുന്നതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ചിലർക്ക് ഇപ്പോൾ ഈ വചനം പെട്ടെന്ന് തന്നെ കാണാണ്ട് പഠിക്കാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് കാണാതെ അറിയണമല്ലോ, അത് എപ്പോഴും കയ്യിൽ പിടിച്ച് നോക്കി വായിച്ച് നടക്കാൻ പറ്റില്ല. പിന്നെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വചന സാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയാം, നമ്മൾ സ്വന്തമായിട്ട് കാണാതെ പഠിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ അത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പം എൻ്റെ മനസ്സിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അതല്ലെങ്കിൽ ഞാൻ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിനൊരു പോസിറ്റീവ് വൈബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ഞാൻ ശരിയല്ല, ചിന്തിക്കുന്നത് ശരിയല്ല, എൻ്റെ മനസ്സിൽ ടെൻഷനാണ്, എൻ്റെ മനസ്സിന് സങ്കടമാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം ആണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ഒരിത് എനിക്ക് തന്നെ മനസ്സിലാവുകയും ഞാൻ ഈ വചനത്തിലേക്ക് വന്ന് പെട്ടെന്ന് ഈ വചനം ഓർത്തു, ഞാൻ ഈ വചനം റിപ്പീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വചനമല്ല ഞാൻ പറയുന്നത്, എനിക്കിഷ്ടപ്പെട്ട ഒരു വചനം, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഞാനിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് മുമ്പിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിന് വേണ്ടിയുള്ള വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു വചനം ഞാൻ തന്നെ പെട്ടെന്ന് അതിലേക്ക് വരണം. കാരണം അല്ലെങ്കിൽ മനസ്സ് നമ്മുടെ കയ്യിലല്ല, മനസ്സ് നമ്മുടെ കയ്യിലാണ്, നമ്മൾ നമ്മുടെ കയ്യിലാണെന്ന് ചിന്തിക്കുന്നിടത്തോളം മനസ്സ് നമ്മുടെ കയ്യിലാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടേയിരിക്കും.
ഇപ്പോൾ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ആയിരിക്കാം, ഫ്യൂച്ചർ ചിന്തിക്കുന്നവർ കുറവായിരിക്കും. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിരിക്കാം, ഇന്ന് നമ്മുടെ ജോലി സ്ഥലത്ത് നടന്ന കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് അതിനകത്ത് നെഗറ്റിവിറ്റികളെല്ലാം കളക്ട് ചെയ്ത് ചിന്തിച്ച് നാളെ അതിൻ്റെ എന്ത് ചെയ്യണം, ഇന്ന് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, അവരെന്നോട് എന്ത് ചെയ്തു, ഇതൊക്കെ ചിന്തിച്ച് ടെൻഷൻ ആയിക്കൊണ്ടാണ് നമ്മൾ ഓരോ സമയവും നമ്മുടെ മനസ്സിലത്തെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ തന്നെ അറിയണം, എൻ്റെ മനസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ദൈവവചനം എന്താണ് എന്ന് പെട്ടെന്ന് ആലോചിച്ച് അതിലേക്ക് ഞാൻ വരണം. ആ ദൈവസാന്നിധ്യ സ്മരണയിലേക്ക് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കണം, അപ്പോൾ ഞാൻ തന്നെ ചൊല്ലണം. പക്ഷേ ഇങ്ങനെ നമുക്ക് ഓഡിയോ കേട്ടുകൊണ്ട് അതിൻ്റെ ഒപ്പം ചൊല്ലിയിട്ടും നമ്മുടെ മനസ്സിനെ ആ ഒരു പോസിറ്റീവ് ഇതിൽ നിലനിർത്താൻ പറ്റും, ആ ഒരു ശക്തിയിൽ നിലനിർത്താൻ പറ്റും. വചനം എന്ന് പറയുന്നത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ അത്രയും ശക്തിയുള്ളൊരു സംഭവമാണ് വചനം. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതോടുകൂടി ആ വചനത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഫിസിക്കൽ ബോഡിയിലടക്കം അതിൻ്റെ ഒരു ശക്തി നിറയും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സൗഖ്യത്തിൻ്റെ വചനമാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വചനങ്ങളുണ്ട്. ഞാനപ്പോൾ ഒരു വചനം, പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വചനം 101 തവണ റിപ്പീറ്റ് ചെയ്ത് ഒരു ഓഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിന്, എന്ത് സൗഖ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഏത് പാർട്ടിലാണ് നിങ്ങൾക്ക് വേദന, അല്ലെങ്കിൽ ഏത് പാർട്ടുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് അസുഖം. പലർക്കും പല തരത്തിലായിരിക്കും അസുഖം. ചിലർക്ക് ഇപ്പോൾ കണ്ണിനായിരിക്കാം അസുഖം, ചിലർക്ക് കാലിനായിരിക്കാം അസുഖം, ചിലർക്ക് ബാക്ക് പെയിൻ ആയിരിക്കാം, ചിലർക്ക് ക്യാൻസർ ആയിരിക്കാം. എന്താണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ അസുഖം എന്താണ്. ചിലപ്പോൾ ഒരസുഖമായിരിക്കില്ല, പല അസുഖമായിരിക്കാം. അപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് സൗഖ്യം തരുന്ന ആ ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എനിക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തരണമേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് നെഗറ്റീവായിട്ട് അതിൻ്റെ അകത്തൊന്നും പറയണ്ട, പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞാൽ മതി. ഇന്ന അസുഖം മാറ്റണേന്നോ ഒന്നും പറയണ്ട. നമുക്ക് ആരോഗ്യമുള്ള ശരീരം തരണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആരോഗ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്? ഈ ഒരു പ്രത്യേക ശാരീരിക അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമില്ല എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തിയാൽ എനിക്കൊരു പരിപൂർണ്ണ ആരോഗ്യം തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഈ വചനം ഓർക്കുമ്പോഴെല്ലാം ഉരുവിടുന്നതാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ അതിനുള്ള സമയമില്ലാതെ ആദ്യം അത് വചനം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജോലി ചെയ്യാം, യാത്ര ചെയ്യാം. അപ്പം അതിൻ്റെ ഒപ്പം നമ്മളും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ആ വചനം പഠിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒക്കെ ഈ വചനം വന്നുകൊണ്ടിരിക്കും. കാരണം പിന്നെ മൊബൈൽ എടുത്ത് ഓണാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം വരില്ല. നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എവിടെ നിന്നാലും നമുക്കത് ചൊല്ലാൻ പറ്റും, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയായിട്ട് നിറയും. അങ്ങനെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ശക്തിയായിട്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ, ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ, മറ്റുള്ളവരോടുള്ള വിദ്വേഷം, അമർഷം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ട് നമ്മുടെ മനസ്സിൽ നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ കുറച്ചുകൂടി പോസിറ്റീവ് ആക്കും. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്കും ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നമുക്ക് മാത്രമല്ല അവർക്കും പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. കാരണം നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും. ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ച് നമ്മളിങ്ങനെ നടക്കുന്തോറും നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്കും ആ നെഗറ്റീവ് വൈബ്സാണ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വചനങ്ങൾ ഉരുവിടുക. വചനത്തിന് ഒരുപാട് ശക്തിയുണ്ട്. പിന്നെ അതിലൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരുപാട് പേരിപ്പോൾ വചനം എഴുതി പ്രാർത്ഥിക്കുന്നവരാണ്. വചനം എഴുതി പ്രാർത്ഥിച്ചാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്നോ വചനം എഴുതി പ്രാർത്ഥിച്ചാലേ അതിന് ശക്തി ഉള്ളൂ എന്നോ ഒന്നുമില്ല. അതെന്തിനാണ് അങ്ങനെ എഴുതി പ്രാർത്ഥിക്കുന്നത്? നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി വചനം എഴുതുമ്പോൾ ആ വചനം എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അത് എഴുതുന്ന അത്രയും സമയത്ത് എൻ്റെ മനസ്സിൽ ഏകാഗ്രത വരും. അപ്പോൾ എനിക്ക് ആ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് എഴുതി പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള ഗുണം. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ വചനം ഇത്ര തവണ, 101 തവണ അല്ലെങ്കിൽ 50 തവണ അല്ലെങ്കിൽ 90 തവണ, എത്ര തവണയാണോ എഴുതി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ജോലിയുള്ളവർക്കോ അല്ലെങ്കിൽ വീട്ടമ്മമാരായ
പ്രായമായിട്ടുള്ളവർക്കോ ഒക്കെ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചിലപ്പോൾ വീട്ടിൽ അസുഖമുള്ളവരുണ്ടാവാം, അവരെ പരിചരിക്കേണ്ടി വരാം, ആശുപത്രിയിൽ പോകേണ്ടി വരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം. എല്ലാം ഒരു റുട്ടീനിൽ പോയിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു റുട്ടീനുണ്ട്, അവർക്കൊരു പഠന ടൈമുണ്ട്. അവർക്ക് വേണമെങ്കിൽ എഴുതി പ്രാർത്ഥിക്കാം. അല്ലാത്തവർക്ക് എല്ലാവർക്കും എഴുതി പ്രാർത്ഥിക്കുന്നത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ നോക്കിയാൽ അതിനൊക്കെ സമയം ഉണ്ടാവും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിറവേറ്റാതിരിക്കുന്നില്ല നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ്. ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുകയും ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുകയും അതുപോലെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിന് സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഒത്തിരി എല്ലാവർക്കും എല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഴുതി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എഴുതി പ്രാർത്ഥിക്കാം. എഴുതി പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്വയമായിട്ട് ആ ഒരു സാന്നിധ്യ സ്മരണയിലേക്ക് നമ്മൾ വരിക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുമ്പിലേക്ക് പോവുക. നമ്മൾ ഇന്ന് സൗഖ്യത്തിൻ്റെ വചനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാം. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു.
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു.
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു.
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു.
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ എനിക്ക് പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു.